നമസ്കാരം കൂട്ടുകാർ. ഡിജിറ്റൽ ഓഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാർക്ക് മുന്നേ കൊണ്ടുവന്നിരിക്കുന്നത് ഡിജിറ്റൽ ഓഡിയോസിന്റെ ഒരു പ്രീമിയം പാക്കേജിൽ വരുന്ന ഒരു 5.1 ഫുൾ ഓഡിയോ സിസ്റ്റമാണ് ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഐറ്റത്തിൽ വന്നിട്ട് നമുക്ക് ഒരു AVR-ലുള്ള അതേ ഓഡിയോ ക്ലാരിറ്റി തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഓഡിയോ സിസ്റ്റമാണ് ഇന്ന് നമ്മൾ കൂട്ടുകാർ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ആംപ്ലിഫയർ ആണ് കൂട്ടുകാർക്ക് മുന്നേ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ നോക്കാൻ പോണത്. ഇതിൽ വന്നിട്ട് നമ്മളൊരു മാറ്റ് ഫിനിഷിലുള്ള അടിപൊളി ഒരു അക്രിലിക് പാനലാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നെയിമൂടെ നമ്മൾ സെൻട്രലിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സെക്ഷൻ വരുന്നത്. ഇതിൻ്റെ റിമോട്ട് കിറ്റ് കുറച്ച് വലിപ്പം കൂടിയതാണ്. അപ്പം ഞാൻ കൂട്ടുകാർക്ക് അത് പോകെ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ രണ്ട് കൺട്രോളാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കൺട്രോൾ സബിൻ്റെയും, പിന്നെ ഇതിലായിട്ടാണ് നമ്മുടെ USB ഇൻപുട്ട് വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡിസ്പ്ലേ, പിന്നെ ഇത് പവർ ഓൺ ഓഫ്, പിന്നെ ഇതിലായിട്ടാണ് നമ്മൾ എൻകോഡർ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് എഴുതിയിരിക്കുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം നമുക്ക് പാനലടിച്ചപ്പോൾ ചെറിയ മിസ്സിങ് പറ്റിയതാണ്. നമ്മുടെ കസ്റ്റമറിന് അത് വിഷയമല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര കാര്യങ്ങളാണ് ആമ്പിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നത്. ഇനി നേരെ നമുക്ക് ബാക്ക് സൈഡ് കാണാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രിലിക് പാനലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ ടോട്ടൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡീകോഡറിൻ്റെ സെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡീകോഡറിലേക്ക് വരുമ്പോൾ നമുക്കൊരു ARC, ഒരു ഒപ്റ്റിക്കൽ, 2 കോയാക്സിയൽ, പിന്നെ 2 ഓക്സ് ഇൻപുട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു വോളിയം കൺട്രോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് വഴിയെ കാണാം. പിന്നെ ഇതിൻ്റെ കൂളർ ഫാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് എയർ ഔട്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 6 ചാനലിലും നമ്മൾ ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, പിന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, പിന്നെ സെൻറ്റർ സബ്, ഇങ്ങനെയാണ് ഇതിൻ്റെ 6 ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ 3 പിന്ന് AC ഇൻപുട്ട് വരുന്നത്. പിന്നെ ഒരു ഫ്യൂസ് ഹോൾഡറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നേരെ നമുക്ക് ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇൻറ്റീരിയറിലായിട്ട് വരുമ്പോൾ മെയിനായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. നമ്മൾ വയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ആമ്പാണ് ഈ ഒരു ഐറ്റം. അപ്പം നേരെ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമർ തൊട്ട് തന്നെ തുടങ്ങാം. ട്രാൻസ്ഫോമറിലേക്ക് വരുമ്പോൾ നമ്മൾ Type 16-ൽ 4 ഇഞ്ച് കോറിൽ ചെയ്തിട്ടുള്ള നമ്മൾ തന്നെ മേക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് 4 ഇഞ്ച് കോറിലാണ് ഈ ഒരു ഐറ്റം വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ 2 മെയിൻ ടാപ്പിംഗ് ആണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. 3510 10,000 ഒരു ഫിൽറ്ററിങ്ങും 3510 1063 ഒരു ഫിൽറ്ററിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 1050 വന്നിട്ട് നമുക്ക് ചാനലിലേക്കും 1063 വന്നിട്ട് നമ്മൾ സബിലേക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചാനൽ ബോർഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ശക്തിയുടെ 5 ചാനൽ ബോർഡാണ്. അപ്പോൾ ആ ബോർഡ് നമ്മൾ ഫുള്ളായിട്ട് പൊളിച്ച് ഓൾട്ടർ ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണമാണ് അതിനിപ്പോൾ മേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന രീതിക്ക് തന്നെ നമ്മൾ ഇതിന് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത് 100 വാട്ട്സ് ആണ്. ഇതിൻ്റെ പെർ ചാനൽ 100 വാട്ട്സ് ആണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് നമ്മുടെ സബിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കുമാറിൻ്റെ ഫോർഫിറ്റ് പാരലമോണാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ ഇൻപുട്ട് സ്റ്റേജ് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഓഡിയോ ഗെയിൻ ഒന്ന് ഈക്വലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് നമ്മൾ മാറ്റിയെടുത്ത് വൃത്തിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി നമ്മൾ മാച്ച് ചെയ്തിട്ടുള്ള ഒരു സബ് പ്രീയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇനി സ്പീക്കർ പ്രൊട്ടക്ഷൻ കാണാം. സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ അൾട്രാ ഡിജിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് നമ്മൾ ടൈം ഡീൽ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്നുകൂടി സ്പീക്കർ ടൈമിംഗ് ഒന്ന് ചേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിനി ഇതിൽ വരുന്നത്. ഇനി നമ്മുടെ ഡീകോഡറിലേക്ക് വരാം. ഡീകോഡർ നമ്മൾ ഇമ്രാനിക്സിൻ്റെ 5.1 ഡോൾബി TTS ഡീകോഡറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി ഡീകോഡറാണ്. നല്ല ഓഡിയോ ക്ലാരിറ്റി വരുന്ന ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു വോളിയത്തിൽ നിൽക്കുന്ന നല്ലൊരു ഹമ്മിങ് നോയ്സ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു കിറ്റാണ്. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിനും ഹമ്മിങ് നോയ്സ് അതുപോലെ ജാറിങ് അങ്ങനത്തെ യാതൊരു ഇഷ്യൂസ് കാര്യങ്ങളില്ല. ഗ്യാരണ്ടി ഔട്ട്പുട്ടാണ്. ഇനി നമുക്ക് സ്പീക്കർ ബോക്സ് കാണാം. സ്പീക്കർ ബോക്സിലേക്ക് വരുമ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിൽ ചെയ്തെടുത്ത ബോക്സുകളാണ് നമ്മളിവിടെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യാൻ നമുക്കിവിടെ പറ്റിയില്ല. ഇവിടെ ഡിസ്പെൻസറിയുടെ പണി നടക്കണ കാരണം നമുക്ക് ഇവിടെ സൗണ്ടും പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ കൂട്ടുകാരുടെ അടുത്തിട്ട് സോറി ചോദിക്കുകയാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇതിൻ്റെ ഫുൾ വില വിവരങ്ങൾ അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഡ്രൈവ്, ഒരു ട്യൂട്ടർ, പിന്നെ അതേപോലെ തന്നെ 6th ഓർഡർ ബാൻഡ് ബാസ് ബോക്സ്, JBLൻ്റെ സബ് ഊഫർ എന്നിങ്ങനെയാണ് ഇതിൽ ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പാരാമീറ്റർ എടുത്തിട്ടാണ് ഇതിൻ്റെ ബോക്സുകളൊക്കെ തന്നെ നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിങ്ങിലൊന്നും യാതൊരു വക കോംപ്രമൈസും ഇല്ല. ഗ്യാരണ്ടി ഔട്ട്പുട്ടാണ്. അതുപോലെ ഗ്യാരണ്ടി ഔട്ട്പുട്ടാണ്. നമ്മളിതിന് 1 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. 5 കൊല്ലത്തേക്ക് സർവീസ് സപ്പോർട്ടും 1 ഇയർ വാറണ്ടിയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്.
ഇതേപോലുള്ള സാധനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ഐറ്റംസ് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹമ്മിങ് നോയ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന്. നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിന് ഹമ്മിങ് നോയ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ പതറിൽ ജാറിങ് അങ്ങനത്തെ വിഷയമില്ല. നല്ല ഗ്യാരണ്ടി ഔട്ട്പുട്ട് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് 100% വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ കൂട്ടുകാരിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോ കാണാം.